ഹലോ, ഇന്നൊരു ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് മേടിച്ച് 10 രൂപയ്ക്കാണ്. 10 രൂപയ്ക്ക് ഒരു കോളിഫ്ലവർ മുഴുവൻ കിട്ടി. അവനിക്ക് ഇന്ന് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് രണ്ടൊന്ന് കഷ്ണങ്ങളാക്കി ചോപ്പർ ഇട്ട് അതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇത് കൈ കൊണ്ട് അരിയാൻ ഭയങ്കര സമയമെടുക്കും. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. പകുതി എടുക്കുന്നുള്ളൂ. പകുതി എടുത്തായിരുന്നു ആദ്യം. അപ്പോൾ അവന് പറഞ്ഞു ഞാൻ ഒത്തിരി കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർക്കൊന്നും അത് വയ്യായിരിക്കുമല്ലോ, പനിയൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് കഴിക്കുന്നത് പറഞ്ഞപ്പോൾ എന്നാൽ പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പം ഫുള്ള് ഒരു കാബേജും ഫുള്ളെടുത്തു. ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ട് അതിനകത്ത് ഈ മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് പേസ്റ്റാക്കിയത്, സോയാ സോസ് ഒഴിച്ച് കുറച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടു. ശരിക്കും മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്കും അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഓക്കെ. പിന്നെ ഇതിനകത്ത് കളർ എന്നുള്ള ഓപ്ഷനാണ്. പിന്നെ വേറെ നമുക്ക് ഷേസ്വാൻ ചട്നി ഇടാം കുറച്ചതിന്. അപ്പോൾ കുറച്ച് ഒരു ചൈനീസിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ ഞങ്ങൾ കുറച്ച് കളർ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു റെഡ് കളർ ആകാൻ വേണ്ടി. അത് ഓപ്ഷനാണ്. അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കളർ ഇട്ട് കഴിഞ്ഞാൽ നല്ലതല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ കളർ ഇട്ടത്. ഇത് മൈദ കഴിഞ്ഞിട്ട് കോൺഫ്ലവർ ഇട്ടു. രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്ക് കുഴച്ച് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ കത്തി കഴിയുമ്പോൾ നമുക്ക് കടായി വെക്കാം. കടായി വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. ചെറിയ കടായി വെക്കുന്നത്. ശരിക്കും കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയ കടായി വെക്കുന്നത്. ചെറിയ കടായി വെച്ച് എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ എണ്ണ ചൂടാകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. നിറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പ്രിയനത്ത്. ചെറിയ ഉരുട്ടി മാറ്റി വെക്കാൻ പാടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചൂടായി കഴിയുമ്പോൾ പെട്ടെന്ന് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ഉരുട്ടി മാറ്റി വെക്കുവാണ്. ഇത് ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. ഇപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടി. അവർ ആക്ച്വലി ഇത് ഫ്രൈ നൂഡിൽസ് ആയിട്ടുള്ള ഇഷ്ടം. ഒരു ശേഷവാണും കിട്ടും ഇതിൻ്റെ കൂടെ. ഇത് നമ്മൾ എണ്ണ ചൂടായി. അപ്പോൾ കുറച്ച് എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ഒന്ന് അറച്ച് വിട്ടിട്ടുണ്ട്. അത് ഇളക്കാൻ പറ്റാത്ത രീതിയിൽ അതിന് ഇട്ട് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അവൾ തന്നെ അത് ഇളക്കി മാറ്റിക്കോളും, കുഴപ്പമില്ല. ഞാനൊന്നും പറഞ്ഞില്ല. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വലിയ കടായി വെക്കാം. ഞാൻ പറഞ്ഞു വലിയ കടായി വെക്കണം, ഒത്തിരി എണ്ണ ഒഴിക്കണം. ഇത് വെന്ത് രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. അത് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കോരി എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രം ശരിക്കും എണ്ണ ഊറാൻ വേണ്ടി നമ്മുടെ കോരിയ തന്നെയാണ്. ശരിക്കും കോരിയായിട്ട് ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. അതിനകത്ത് മാറ്റി വെക്കാം. അപ്പോൾ എണ്ണ ശരിക്കും ഊറിപ്പോവും. എണ്ണ ഊരാണെന്നില്ല, എടുത്തപ്പം തന്നെ എണ്ണ മുഴുവൻ അത് വറ്റി പിടിച്ചിട്ടുണ്ട്. നല്ല ഓയിലി ആയിട്ടുള്ള സംഭവമാണിത്. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. പിള്ളേർക്ക് വിശന്നിട്ടുണ്ട്, പിള്ളേർക്ക് കൊണ്ട് കൊടുക്കാം. പക്ഷെ ചൂടായതുകൊണ്ട് പെട്ടെന്ന് വയ്ക്കത്തില്ല. പിന്നെ അത് താഴോട്ട് ഫാനിൻ്റെ കീഴിലോട്ട് വെക്കാം. അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ട്. അവനിക്ക് വിശപ്പുണ്ട്. അപ്പോൾ അവൾ വന്ന് പറഞ്ഞ് ചൂടാ കൈ പിടിച്ചിട്ട് ഭയങ്കര ചൂടായിട്ട് പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഫാനിൻ്റെ പമ്പിൽ പിടിക്കുക തണുക്കാൻ വേണ്ടി. അവൾ കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അവിയ പറഞ്ഞ് എനിക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കെച്ചപ്പ് വേണമെന്ന്. അപ്പം കെച്ചപ്പ് എടുക്കാൻ പോയേക്കുക. കെച്ചപ്പ് എനിക്ക് തോന്നുന്നില്ലെന്ന് തോന്നുന്നു. മയോനീസ് കൊണ്ടുവന്നിട്ടുണ്ട്. മയോനീസ് കൂട്ടി കഴിക്കാം. അപ്പോൾ മയോനീസ് കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിള്ളേരെല്ലാം നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഞാനും കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട്. അവ്യ മയോനീസ് കൂട്ടി കഴിക്കാൻ നോക്കുകയാണ്. പക്ഷെ ചൂടായതുകൊണ്ട് അവൾ പെട്ടെന്ന് ഇട്ടുപോയി. പക്ഷെ അവൾ കഴിച്ചു. ഒറ്റ ബൈറ്റ് എടുത്തിട്ട് പറഞ്ഞു നല്ല ചൂടുണ്ട്, പക്ഷേ ടേസ്റ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത കാണാം. അപ്പോഴേക്കും ബൈ.